ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമ്മളിത് റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. റാഗി വെള്ളത്തിലിടുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട, റാഗി പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളപ്പിച്ച റാഗി പൊടിയാണ്. അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. റാഗിയിൽ നല്ലപോലെ കാൽഷ്യം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ബലം കിട്ടാനും റാഗി സഹായിക്കും. പിന്നെ ഇതിനകത്ത് നല്ലപോലെ അയൺ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് ബ്ലഡ് കുറവുള്ളവർക്കും ഇത് നല്ലതാണ്. ഷുഗർ കുറയാനും ഇത് വളരെ നല്ലതാണ്. റാഗിയിൽ ഹൈ ഫൈബർ കണ്ടൻ്റാണുള്ളത്. അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് വിശക്കത്തില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. റാഗി കൊണ്ടുള്ള വേറെയും റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ശരിക്കും ഇത് കഴിക്കാനായിട്ട് നമ്മൾക്ക് വേറെ കറിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ കുറച്ച് തൈരും ചട്നിയും വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങ ഇല കൂടെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചിയും ചെറിയൊരു കഷ്ണം, 2 വെളുത്തുള്ളി, 3 പച്ചമുളക്, മുരിങ്ങയില 1-2 പിടിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് ഏതാണ്ട് 1/4 കപ്പാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് മുളപ്പിച്ച റാഗിപ്പൊടി 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളപ്പിച്ച റാഗിപ്പൊടി ഇല്ലെങ്കിൽ സാധാരണ റാഗിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് 1 കപ്പ് വെള്ളം വേണ്ടി വരും. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയില്ലാതെ ഇതൊന്നും കലക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. 2 പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയിലയ്ക്കകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും. ക്യാൻസറിനെ വരെ ചെറുക്കാനുള്ള കഴിവുണ്ട്. ഷുഗർ ഉള്ളവർക്കും ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കും മുരിങ്ങയില വളരെ നല്ലതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത്, 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് 3 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടീസ്പൂൺ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/4 കപ്പ്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈനോ സോൾട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊരുപാട് ലൂസായിട്ടിരിക്കുന്ന ബാറ്റർ അല്ല, കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുക. ഈ ഒരു പാകത്തിൽ വേണം ഇതെടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. തടി കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടിയായിട്ടല്ല ഇതിരിക്കുക, കുറച്ച് തിന്നായിട്ടായിരിക്കും ഇരിക്കുക. അതേസമയം വെജിറ്റബിൾസ് എല്ലാം മുകളിലുണ്ടായിരിക്കും. ഇനി നമ്മൾ മുകളിൽ കുറച്ചും കൂടെ എള്ള് വെതറി കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളാണ് ഞാൻ വെതറി കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മറിച്ചിട്ടതിന് ശേഷം വേണമെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ 2 സൈഡും മുരിച്ചെടുക്കുക. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഇതിനകത്ത് വെജിറ്റബിൾസും മുരിങ്ങയുടെ ഇലയും എല്ലാം ഇട്ടതുകൊണ്ട് തന്നെ കറി ഇല്ലെങ്കിൽ പോലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ്. സാധാരണ റാഗി ദോശ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ ദോശ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണിത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക. ഈ രീതിയിൽ നമ്മൾക്ക് 4-5 ദോശയായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ദോശയുടെ വലുപ്പം അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. ഷുഗറൊക്കെ ഒരുപാടുള്ളവരാണെങ്കിൽ റാഗി കൊണ്ടുള്ള ഇതുപോലത്തെ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഞാനിവിടെ ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്.
ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം ഒരുപാട് ഹാർഡായിട്ടുള്ളൊരു ദോശയായിരിക്കത്തില്ല ഇത്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണില്ലേ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ദോശ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്